ഖാലിദ് റഹ്മാനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ അറസ്റ്റ് ചെയ്ത പോലീസുകാർക്ക് ആർക്കും തന്നെ ഇയാൾ ഈ തല്ലുമാലയും ഈ ആലപ്പുഴ ജിംഖാനയും പോലെയുള്ള വളരെ പോപ്പുലറായിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണെന്ന് അറിയില്ലായിരുന്നു. ഈ അഷ്റഫ് ഹംസയും അറിയില്ലായിരുന്നു. ഇവരൊക്കെ ഇങ്ങനെ പോപ്പുലറായിട്ടുള്ള സംവിധായകരാണ്. അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്, ഡ്രൈവറായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് അത്രേ അറിയൂ. പോലീസുകാർക്കും ഈ അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഒരു പക്ഷേ അറിയുമായിരുന്നെങ്കിൽ ചിലപ്പോൾ താക്കീതോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ അറസ്റ്റ് തന്നെ പുറത്തു വരാൻ ചിലപ്പോൾ സാധ്യത കുറവായിരുന്നിരിക്കാം. കാരണം അത് വലിയൊരു ഇമ്പാക്റ്റാണ് മലയാള സിനിമയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർ മാത്രമല്ല, ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകളുടെ പേര് ഇവർ മൂലം പുറത്ത് വന്നിട്ടുണ്ട്, ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ തന്നെ. അതുമാത്രമല്ല, ഇവർക്ക് ഈ ഡ്രഗ് കൊടുത്ത ആളുകൾ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കണ്ണികളുടെ പേരുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള പേരുകളൊക്കെ തന്നെ ഈ സിനിമാ മേഖലയായി ബന്ധപ്പെട്ടായാലും അല്ലെങ്കിൽ മറ്റ് മേഖലകളിലും ഉള്ള ആളുകളുടെ, നമുക്ക് ഈ പോപ്പുലാരിറ്റി കിട്ടുന്നത് സിനിമാ മേഖലയായതുകൊണ്ട് സിനിമാ മേഖലയുടെ വിഷയമായതുകൊണ്ട് അതുമാത്രം ചർച്ച ചെയ്യാം. സിനിമാ മേഖലയിൽ വൻ സ്രാവുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവർക്കൊന്നും ഇതില്ലാതിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരെ എത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. അഭിനയിക്കണമെങ്കിൽ ഇത് ഉപയോഗിച്ചാലേ പറ്റൂ, അല്ലെങ്കിൽ സംവിധാനം ചെയ്യണമെങ്കിൽ ഇത് കൂടിയേ തീരൂ, അല്ലെങ്കിൽ മറ്റുള്ള ടെക്നീഷ്യന്മാർ, അങ്ങനെയുള്ള പല വമ്പൻ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതൊക്കെ സർക്കാരിന് മുമ്പിലെത്തുമ്പോൾ സർക്കാർ മൊത്തം കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. ഇത് തൊട്ട് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഈ സിനിമാ മേഖല തീരും. അപ്പോൾ അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ മുമ്പിലുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, കുറച്ച് ആളുകളൊക്കെ തന്നെ അലേർട്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള നടപടികൾ ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ നമ്മുടെ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയൊക്കെ ഇതെല്ലാം തന്നെ അറിഞ്ഞിട്ട്, പക്ഷെ അത് തൃണവൽഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഒരു പ്രശ്നം. അവർക്കത് ഇല്ലാതെ, നമ്മളിപ്പോൾ സാധാരണക്കാർ കണ്ടില്ലേ, വെള്ളമടിക്കാതെ ഒരു ദിവസം നോക്കിയിരിക്കാൻ പറ്റില്ല വെള്ളമടിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ വലിക്കുന്നവർക്ക് സിഗരറ്റ് വലിക്കാതിരിക്കാൻ പറ്റില്ല. അത്തരമൊരു അവസ്ഥയിലേക്കാണ് ഈ സിനിമാ മേഖലയിലുള്ളവർക്ക് ഈ MDMA എന്നുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും സിന്തറ്റിക് ഡ്രഗ് എന്നുള്ളത്, അവർക്കത് ഉപയോഗിക്കാതെ അത് ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത് ചിന്തിക്കാൻ കഴിയുന്ന കേസല്ല. ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ നിരന്തരം വരുന്നത് അതിൻ്റെ നാണക്കേട് കുറയ്ക്കും. ഇപ്പോൾ ഈ ഖാലിദ് റഹ്മാൻ്റെയും അഷ്റഫ് ഹംസയുടെയൊക്കെ പേര് പുറത്ത് വന്നപ്പോൾ നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ബാസിയുടെയൊക്കെ ഭാരം കുറച്ച് കുറഞ്ഞില്ലേ, അവരുടെ നാണക്കേട് കുറഞ്ഞില്ലേ? നമ്മൾ മാത്രമല്ല, ഇങ്ങനെ ആൾക്കാർ വേറെ ഉണ്ട് പ്രമുഖരായിട്ടുള്ളത്. അപ്പോൾ ഇനിയും വലിയ പ്രമുഖരായിട്ടുള്ള ആളുകളുടെ പേര് പുറത്ത് വരാനുണ്ട്. അല്ലെങ്കിൽ ഇവർക്കും അറിയാം, ഈ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം, ഇതിൻ്റെ സപ്ലയേഴ്സൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇവരും പറഞ്ഞിട്ടുള്ളതാണ് പേരുകൾ പോലീസിനോട്. അപ്പോൾ അത്തരം പേരുകൾ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഭാരം വീണ്ടും കുറയും. ഇവരുടെ തെറ്റിൻ്റെ വലിപ്പം വീണ്ടും സമൂഹത്തിൽ കുറയും, അല്ലേ? അപ്പോൾ അത് പോലീസുകാർ പറയുമോ അല്ലെങ്കിൽ സർക്കാർ പറയുമോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ തന്നെ നാളെ പറഞ്ഞൊന്നും വരാം.